ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ചാർട്ടാണ്. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. പക്ഷേ ഇന്ന് ഫസ്റ്റ് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇന്ന് ഫുൾ ഡേ നിന്നത്. അപ്പം അത് ബ്രേക്ക് ചെയ്ത് പോകാൻ ഇന്ന് സാധിച്ചില്ല. അപ്പം ഫസ്റ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്യാൻഡിൽ ഫോം ചെയ്തത്. പിന്നെ ഇന്ന് ഫുൾ കൺസോൾഡേറ്റ് ചെയ്തത് ഈ ഒരു റെസിസ്റ്റൻസ് സോണിന് സപ്പോർട്ട് എടുത്ത് അതിന് മുകളിലാണ് ഇന്ന് നിന്നത്. അപ്പം ഇന്നലെ നിന്ന റേഞ്ചിന് ഒരു മുകളിലായിട്ടുള്ള ഒരു റേഞ്ചാണ് ഇന്ന് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിങ് കൂടി ആയിരുന്നു. അപ്പം മൂവ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു മൂവ് കിട്ടും, അല്ലെങ്കിൽ ഒരു ചെറിയ റേഞ്ചിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യാനാണ് സാധാരണ എക്സ്പയറി ഡേയിലുള്ള ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇപ്പം നിഫ്റ്റീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ആണ് ഓപ്പൺ വന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോയെങ്കിലും ഇതിന് മുകളിൽ ചെറിയൊരു റേഞ്ച് ഫോം ചെയ്തിട്ട് കംപ്ലീറ്റ് ഇന്ന് ആ റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി ആണെങ്കിലും നിന്നത്. അപ്പോൾ ഒരു ബുള്ളിഷ് തന്നെയാണ്, പക്ഷേ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് ഫർദർ മൂവ് ചെയ്യാണ്ട് ആ ഒരു റേഞ്ചിൽ തന്നെ ഇന്ന് നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇന്ന് എങ്ങോട്ട് മൂവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല പുട്ട് റേറ്റിങ്ങും നല്ല കോൾ റേറ്റിങ്ങും ഉള്ള ഒരു ലെവലായിരുന്നു. രണ്ട് സൈഡിലും പുട്ട് റേറ്റിംഗ് ആണെങ്കിലും കോൾ റേറ്റിംഗ് ആണെങ്കിലും രണ്ട് സൈഡിലും നല്ല റൈറ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല മൂവ് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പം ഈ ഒരു ലെവലിലാണ് ഇന്ന് ഈ ഒരു റെസിസ്റ്റൻസ് സോണിന് മുകളിലായിട്ട് തന്നെയാണ് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇന്ന് മാർക്കറ്റ് നിന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം നാളത്തെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്ന ഈ 2-3 ദിവസത്തെ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്യാൻഡിൽസ് ഉള്ളത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ലോണം സപ്പോർട്ട് എടുത്ത് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബുള്ളിഷ് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ലെവലും കൂടി ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ബുള്ളിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ബാങ്ക് നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വീക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിഫ്റ്റി ഇന്നലെ തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ബാങ്ക് നിഫ്റ്റി ഈ 2 ദിവസവും ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതാണ് ഡേ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് പോയാലാണ് നമുക്ക് ഒരു ബുള്ളിഷ്നെസ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പറയാൻ പറ്റുള്ളൂ. നിഫ്റ്റി 2 ദിവസം ആ ഒരു റേഞ്ചിൽ നിന്നു ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഇന്നലെ തന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിലും മാർക്കറ്റ് ഒരു ബുള്ളിഷിലേക്ക് തന്നെ നിഫ്റ്റി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിഫ്റ്റിൻ്റെ ഒരു അടുത്ത ഒരു സപ്പോർട്ട് വരുന്നത് റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഈ ഒരു ലെവലാണ് മെയിനായിട്ട്. ഇപ്പം ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ഈ ഒരു ലെവലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോണായിട്ട് വരുന്നത്. നിഫ്റ്റി ഇപ്പം ഓവറോൾ നല്ലൊരു ബുള്ളിഷായിട്ട് തന്നെ ആണ് ഉള്ളത്. അപ്പം നാളത്തെ ഒരു ലെവൽ ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ചാർട്ടാണ്. അപ്പം ഇതിൽ നമ്മൾ നാളത്തെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് കുറച്ച് ദിവസം കൊണ്ട് നിൽക്കുന്ന ഒരു 4 ദിവസം കൊണ്ട് നിൽക്കുന്ന നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണും ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് അപ്പ് വന്ന് ഫോം ചെയ്ത് ഒരു ഹൈ ഫോം ചെയ്തൊരു ഏരിയയാണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി മുകളിലേക്കൊരു റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ പിന്നെ അടുത്തൊരു മെയിൻ റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഈ ഒരു ലെവലാണ്. 26,400 ഒരു അടുത്തൊരു റെസിസ്റ്റൻസ് സോണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അടുത്തൊരു മെയിൻ സപ്പോർട്ട് വരുന്നത് ഈ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഒരു അടുത്തൊരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ വരച്ചത് മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് നിന്ന ഒരു റേഞ്ചും ഇന്ന് മാർക്കറ്റ് നിന്ന ഒരു റേഞ്ചും, അപ്പോൾ ഇന്ന് നിന്നതെന്ന് പറയുന്നത് ഇന്നലെ നിന്ന ആ ഒരു റേഞ്ചിന് മുകളിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇന്ന് കംപ്ലീറ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ലെവലും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാം. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു നല്ല മൂവ് കിട്ടണമെങ്കിൽ ഇപ്പം ഷോർട്ട് ആണെങ്കിലും ഇപ്പം ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് പോയാൽ വീണ്ടും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ്. അപ്പം വീണ്ടും ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഷോർട്ട് പോകുമ്പോൾ ഈ ഒരു ലെവൽ ഇനി ഫർദർ കണ്ടിന്യൂ ചെയ്ത് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ
ഇവിടെ ഷോർട്ട് കയറിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പോയിന്റിൽ എക്സിറ്റ് ആവണം. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ എന്തായാലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യാണ്ട് നമുക്കിത് ഹോൾഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ലെവൽ ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ അത് മാർക്കറ്റ് ഡൗൺ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം മുകളിലേക്കാണ് ഇന്ന് ഗ്യാപ്പ് അപ്പൊക്കെയായി മുകളിലേക്ക് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പം ഇന്നലത്തെയും 2 ദിവസവും സപ്പോർട്ട് എടുത്ത അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത ഒരു ഏരിയ ആണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതെന്ന് പറയുന്നത് 56,000 എന്ന് പറയുന്ന ഒരു റൗണ്ട് ലെവലും കൂടിയാണ്. അപ്പം ഈ റൗണ്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലാണ് നമുക്ക് അടുത്തൊരു മൂവ് നമുക്ക് കിട്ടുക. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് നോക്കാം. ഇതും കഴിഞ്ഞ് മുകളിലേക്ക് പോയാലാണ് നമുക്ക് ഇപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിൽ ഒരു ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ നമുക്ക് ലോങ് പോകുന്നവർക്ക് അത് കുറച്ചും കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിഫ്റ്റിൻ്റെ കേസിൽ നിഫ്റ്റി കുറച്ചും കൂടി സ്ട്രോങ് ആയതുകൊണ്ട് ഈ ഒരു ലെവൽ എന്ന് പറയുന്ന 2 ദിവസം മുമ്പേ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റി ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം നാളെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു നല്ലൊരു റേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം ലോങ് പോകാനാണെങ്കിൽ മിനിമം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ലോങ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഷോർട്ട് നോക്കാനാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഷോർട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം എങ്ങോട്ട് വേണമെങ്കിലും ഒരു റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് ട്രേഡ് നോക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പം ഇവിടുന്ന് നല്ല ഒരു ലോങ് സൈഡ് പോകാനുള്ളൊരു സെറ്റപ്പൊക്കെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ചെറുതായിട്ട് ലോങ് നോക്കാം. അതിവിടെ എക്സിറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ലോങ് നോക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ ഷോർട്ടും ഈ ഒരു ലെവലിൽ ഷോർട്ട് നോക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഒരു ചെറിയ റേഞ്ച് നോക്കേണ്ടി വരും. അപ്പം മാക്സിമം ഈ ചെറിയ റേഞ്ച് അവോയ്ഡ് ചെയ്ത് ഈ ഒരു ലെവലിലൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു റേഞ്ച് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കിട്ടണം. ഇനി ഷോർട്ട് പോകാനാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മിനിമം ഇവിടുന്നെങ്കിലും സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പം മാക്സിമം ഇപ്പോൾ ഷോർട്ട് പോകാനാണെങ്കിലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ലെവൽ ഒരു ക്രൂഷ്യൽ ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. കാരണം ഇവിടെ ഇപ്പോൾ ഷോർട്ട് പോയാലും ചിലപ്പം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് റിവേഴ്സൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തല്ലോ എന്ന് വെച്ചാൽ നമുക്കതിങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു ലെവൽ ഒന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ 50 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ചാർട്ടാണ്. അപ്പം നിഫ്റ്റിയുടെ 50 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോം ചെയ്ത ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് സോണും അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ട് സോണും ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞാൽ മുകളിലേക്കൊരു റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്നൊരു മെയിൻ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 25-250 റേഞ്ചിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പം താഴേക്ക് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു അടുത്ത ഒരു മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ഈ ഒരു ലെവലിനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതായത് ഇന്നലെ ബ്രേക്ക് ഔട്ട് വന്ന ആ ഒരു റീജിയൻ ഒരു ഏരിയ അതല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്കൊരടുത്തൊരു സപ്പോർട്ട് സോണായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്ന് നല്ല ഒരു ഇപ്പം നോക്കുകയാണെങ്കിൽ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ച് തന്നെയായിരുന്നു ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് നിന്നത്. വലിയ മൂവൊന്നും നമുക്ക് കിട്ടിയില്ല. എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് ഇന്ന് വലിയ മൂവൊന്നും പോയില്ല. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ നാളത്തെ ഒരു മൂവ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിനെ ഒരു നോൺ ട്രേഡ് സോണായി കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഉള്ളിൽ വലിയ പോയിൻറ്റ്സ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് നിന്നൊരു റേഞ്ചാണ്. അപ്പം ബെറ്റർ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ട് ലോങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. അതല്ല ഇപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോങ് നോക്കാം. അടുത്തൊരു ലെവൽ വരത്തേക്ക് നമുക്ക് ലോങ് നോക്കാം. കാരണം ഇന്ന് ഒരു ബുള്ളിഷ് ആയിട്ടാണ് മാർക്കറ്റ് ഉള്ളത്.
അതുപോലെ തന്നെ ഇന്നിപ്പം മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു ലെവലിലാണ്. അപ്പം നാളെ ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ആയി ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് ലോങ്ങും നോക്കാം. ഈ ഒരു ഇത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും നമുക്ക് ലോങ് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുള്ള് നമുക്ക് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നോക്കാം. അതല്ല താഴേക്ക് ഇപ്പം ഗ്യാപ്പ് ഡൗൺ ആയി ഈ ഒരു റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ഈ റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്ത് താഴേക്ക് പോവുകയാണെങ്കിൽ അടുത്തൊരു ലെവൽ വരത്തേക്ക് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഷോർട്ടും നോക്കാം. അപ്പോൾ ഈ ഷോർട്ട് നോക്കുമ്പോഴും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു ലെവലിലേക്ക്. അപ്പം ഈ ഷോർട്ട് പോകുമ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ലോങ് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ഇനി ഷോർട്ട് പോകുമ്പോൾ. കാരണം ഇപ്പോൾ മാർക്കറ്റുള്ളത് ബുള്ളിഷ് ആയതുകൊണ്ട് ഷോർട്ട് പോകുമ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അത് ഹോൾഡ് ചെയ്യുക. കാരണം ഇവിടുന്നും ഒരു ലോങ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഷോർട്ട് പോകുമ്പോൾ ഈ ലെവൽ ക്ലിയർ ചെയ്തിട്ട് മാത്രം ഷോർട്ട് പോവുക. ലോങ് ആണെങ്കിൽ കുറച്ചും കൂടി ഇപ്പം ഇവിടെ ലോങ് കയറുകയാണെങ്കിൽ ഇതൊന്ന് നോക്കി ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് എക്സിറ്റ് ആവാണ്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഷോർട്ട് ആവുമ്പോൾ ഈ ഒരു ലെവല് പ്രോപ്പറായിട്ട് ബ്രേക്ക് ആയി ഒരു ഡബിൾ കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം ഷോർട്ട് ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചും അവോയ്ഡ് ചെയ്യാം. അപ്പം ഈ രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ നാളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് നിഫ്റ്റിൻ്റെ 50 മിനിറ്റ് ചാർട്ട് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. താങ്ക് യു.